പൊതുവേ രാവിലെ എണീക്കാൻ തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെയുള്ളവർ. പക്ഷേ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കാന്നുള്ളത്. 9 മണിയായപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ജനാലയൊക്കെ തുറന്നതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്യാൻ പോയപ്പോഴാണ് മിസ്സിരി ഐശ്വര്യം കൂടെ പുറത്ത് സാധനം വാങ്ങാനായിട്ട് പോകുന്നുണ്ടത്. പിന്നെ ബ്രഷിങ് കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ കറിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ സ്ലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. മിസ്സിരി പോകുന്നതിന് മുന്നേ ആയിട്ട് ചിക്കൻ നമ്മുടെ നല്ല മസാലയൊക്കെ തേച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും വേണ്ടി ഒരു കോഫിയോ പോസ്റ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ജ്യോതി വന്നിട്ട് നമുക്ക് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതിന് താളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണെന്നും പറഞ്ഞ് കാണിച്ചു തരാണ് ഓരോന്ന്. അപ്പോൾ എനിക്കൊരാഗ്രഹം തോന്നി ഞാൻ താളിക്കാൻ വേണ്ടി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഞാൻ പോയി ഇരുന്ന് ഉണ്ടാക്കുകയാണ്. പരിപ്പറിയിലേക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പൊക്കെ സെറ്റാക്കി പരിപ്പറിയിലേക്ക് എല്ലാം സെറ്റാക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വീട് ക്ലീൻ ചെയ്യാൻ രാവിലെ എണീച്ചൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു പോയി കർട്ടനൊക്കെ മാറ്റിയിട്ടു. ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് തുടങ്ങാണ്. അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ പഴയ ബുക്സൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാനായിട്ട് ഒരു ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ വന്നിട്ട് ഇവിടെ 1 മന്തിൽ കൂടുതലായി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നല്ല പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു ബുക്സ് എല്ലാം. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചണിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡിയായി എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്ന് പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ആ ഒരു കഴിക്കാനുള്ള ത്വരയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തേക്കുള്ള ബാക്കി ഇനി അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ബൈ.